നമസ്കാരം, KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ലിജി എതിരേറ്റ്. പ്രധാന വാർത്തകൾ. കുടിവെള്ളമില്ലാത്ത താലൂക്ക് ഓഫീസ്. അടിസ്ഥാന സൌകര്യങ്ങളുടെ അപര്യാപ്തതയിൽ കുട്ടനാട് താലൂക്ക് കച്ചേരിയും അനുബന്ധ ഓഫീസുകളും. ഇന്ധനവില കുറഞ്ഞ സാഹചര്യത്തിൽ ബസ് ചാർജ് വെട്ടിക്കുറയ്ക്കണമെന്ന ആവശ്യം ശക്തം. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. സ്ത്രീകളെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്ന സമൂഹമായിരുന്നു നായർ സമുദായമെന്ന് G. സുധാകരൻ MLA. വാർത്തകൾ വിശദമായി. കുട്ടനാട് മിനി സിവിൽ സ്റ്റേഷൻ 2005 ഉദ്ഘാടനം ചെയ്തതാണ്. പൊതുജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുന്ന 16ഓളം ഓഫീസുകളിലായി 200-ൽ പരം ജീവനക്കാർ ഇവിടെ ജോലി നോക്കുന്നു. അടിസ്ഥാന സൌകര്യങ്ങൾ പലതും ഒരുക്കാതെയാണ് താലൂക്ക് ഓഫീസ് ഉദ്ഘാടനം ചെയ്തത്. കുടിവെള്ളമില്ലാത്ത ഏതെങ്കിലും താലൂക്ക് കച്ചേരി ഓഫീസ് കേരളത്തിലുണ്ടെങ്കിൽ അതിതാണ് കുട്ടനാട് താലൂക്ക് ഓഫീസ്. 2005 ഉദ്ഘാടനം നടന്ന് 10 വർഷം പിന്നിടുമ്പോഴും ശുദ്ധജലം ഇങ്ങോട്ട് എത്തിനോക്കിയിട്ടില്ല. സമീപത്തെ പമ്പയാറ്റിൽ നിന്നുള്ള വെള്ളമാണ് പ്രാഥമിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. ശുദ്ധജലം തീരെ ലഭിക്കുന്നില്ല. നമുക്കിപ്പോൾ ലഭിക്കുന്ന ജലം എന്ന് പറയുന്നത് ഈ ആറ്റിൽ നിന്നുള്ള വെള്ളമാണ്. അത് പല സമയത്തും അറിയാമല്ലോ, നമ്മുടെ കുട്ടനാട്ടിലെ ആറ്റിലെ ജലം എന്ന് പറയുന്നത് നമുക്ക് അത്ര ഹൈജീനിക് കണ്ടീഷൻസ് വളരെ മോശമാണ്. പായൽ തിങ്ങിക്കിടക്കുകയാണ്. നമുക്കറിയാം, അതിൻ്റെ ആ ഔട്ട്ലെറ്റ് കിടക്കുന്നിടത്തൊക്കെ പോള തിങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ അത്തരം വെള്ളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വേനൽ സമയങ്ങളിൽ ഉപ്പുവെള്ളവും കുട്ടനാട്ടിൽ നെൽകൃഷി നടക്കുന്ന സമയങ്ങളിൽ പാടശേഖരങ്ങൾ പമ്പയാറ്റിലേക്ക് പുറന്തള്ളുന്ന വിഷമയമായ ചെളിവെള്ളവുമാണ് ഇവർക്ക് ആശ്രയം. താലൂക്ക് ഓഫീസ്, എംപ്ലോയ്മെന്റ്, സപ്ലൈകോ, ICDS, ഇറിഗേഷൻ, AEO, PWD തുടങ്ങി പൊതുജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുന്ന 16 ഓഫീസുകളാണ് മിനി സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്നത്. വിവിധ ഓഫീസുകളിലായി 200ഓളം ജീവനക്കാരുമുണ്ട്. ജീവനക്കാർക്കും പൊതുജനങ്ങൾക്കും ശുദ്ധജലം എത്തിക്കുക എന്നതാണ് അടിയന്തരമായി ചെയ്യേണ്ടത്. കെട്ടിട ഉദ്ഘാടനത്തോടനുബന്ധിച്ച് തന്നെ ലിഫ്റ്റ്, അഗ്നിശമന സംവിധാനം എന്നിവ സ്ഥാപിച്ചിരുന്നെങ്കിലും നാളിതുവരെ ഇവ പ്രവർത്തന സജ്ജമായിട്ടില്ല. വൈദ്യുതി കണക്ഷൻ ലഭിക്കാത്തതാണ് ഇതിന് കാരണമായി അധികൃതർ പറയുന്നത്. ലക്ഷങ്ങൾ ചിലവഴിച്ച് സ്ഥാപിച്ച ഉപകരണങ്ങൾ തുരുമ്പെടുത്ത് നശിക്കുകയാണ്. കുത്തനെയുള്ള പടികളോടുകൂടിയ 4 നില കെട്ടിടത്തിന്റെ മുകൾ നിലയിലേക്ക് എത്തണമെങ്കിൽ നല്ല ആരോഗ്യമുള്ള ഒരാൾക്ക് പോലും ആയാസപ്പെട്ട് മാത്രമേ സാധിക്കൂ. എന്താണെന്ന് അറിയത്തില്ല. നമുക്ക് കാണാൻ കഴിയുന്നത് പണിമുടക്കി കിടക്കുന്ന ലിഫ്റ്റാണ്. പ്രായമുള്ളവരും രോഗികളും അംഗപരിമിതരും ഗർഭിണികളുമൊക്കെ പടി കയറിയിറങ്ങി കുഴഞ്ഞു വീഴുന്നതും അപൂർവമല്ല. സിവിൽ സ്റ്റേഷനിലെ ഇലക്ട്രിക് വയറിംഗ് കാലങ്ങളായി തകരാറിലാണ്. ഷോർട്ട് സർക്യൂട്ട് മൂലമുണ്ടാകുന്ന സ്ഫോടനങ്ങളും തീപിടുത്തവും പതിവായിരിക്കുന്നു. തന്മൂലം കമ്പ്യൂട്ടറുകൾ അടക്കമുള്ള നിരവധി ഉപകരണങ്ങൾക്കും കേടുപാടുകൾ സംഭവിക്കുന്നുണ്ട്. വേണു സാർ പറഞ്ഞ പോലെ ഇലക്ട്രിക് സംവിധാനത്തിന്റെ അപര്യാപ്തത കൊണ്ട് അല്ലെങ്കിൽ ദോഷം കൊണ്ട് ഒത്തിരിയേറെ പൊട്ടിത്തെറികൾ, വലിയ സ്ഫോടന ശബ്ദത്തോടുകൂടി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകും. 2-3 മാസം മുമ്പ് തന്നെ ഒരു വലിയ സ്ഫോടനം ഉണ്ടായി. പിന്നെ ഇലക്ട്രിക്കൽ ആൾക്കാർ വന്ന് ശരിയാക്കി തരികയാണ് അവസ്ഥ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത്രയും ഭൂമി സംബന്ധമായ റെക്കോർഡുകൾ സൂക്ഷിക്കുന്ന റിസർവ് ഓഫീസ്, താലൂക്ക് ഓഫീസ്, എംപ്ലോയ്മെന്റ് ഓഫീസുകൾ, അങ്ങനെയെല്ലാം സർക്കാർ ഓഫീസുകളെല്ലാം വളരെയേറെ ജനങ്ങളോട് ബന്ധപ്പെട്ട രേഖകൾ സൂക്ഷിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഒരു ആവശ്യത്തിന് ഫയർ എക്സ്റ്റിംഗ്വിഷർ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ പ്രവർത്തിപ്പിക്കാൻ വൈദ്യുതി പോലുള്ള തടസ്സമാണെന്ന് കാണുന്നു. ജീവനക്കാരുടെയും പൊതുജനങ്ങളുടെയും ജീവന് തന്നെ ഭീഷണി ഉയർത്തുന്ന വയറിംഗ് സംവിധാനം അടിയന്തരമായി പരിഷ്കരിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. താലൂക്കിലെ പ്രധാന ഓഫീസുകൾ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട എല്ലാ രേഖകളും സൂക്ഷിക്കുന്ന സിവിൽ സ്റ്റേഷനിൽ അഗ്നിശമന സംവിധാനം പ്രവർത്തിക്കുന്നില്ല എന്നതും വിരോധാഭാസമാണ്. സിവിൽ സ്റ്റേഷന് സമീപത്ത് പ്രവർത്തിക്കുന്ന മറ്റു ഓഫീസുകളുടെയും സ്ഥിതി ഭിന്നമല്ല. ട്രഷറി, ചമ്പക്കുളം വില്ലേജ് ഓഫീസ്, സർവേ, ഇലക്ഷൻ വിങ് എന്നീ ഓഫീസുകളിൽ എങ്ങും തന്നെ ശുദ്ധജലമില്ല. ഇവിടെ എത്തുന്ന പൊതുജനങ്ങൾക്ക് ശങ്കയകറ്റാൻ ഒരു ടോയ്ലറ്റ് പോലും ഇല്ല എന്നത് വളരെ പരിതാപകരമാണ്. പ്രായമായ പെൻഷൻകാരും സ്ത്രീകളുമാണ് ഇത് നിമിത്തം ഏറെ ബുദ്ധിമുട്ടുന്നത്. കുട്ടനാട്ടിലെ സിവിൽ സ്റ്റേഷനിലും അനുബന്ധ ഓഫീസുകളിലും അടിസ്ഥാന സൌകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് NGO യൂണിയൻ ചമ്പക്കുളം യൂണിറ്റ് നേതൃത്വത്തിൽ ധർണ നടത്തിയിരുന്നു. ധർണയെ തുടർന്ന് താലൂക്ക് ഓഫീസർക്കും കളക്ടർക്കും മറ്റ് അധികൃതർക്കുമൊക്കെ നിവേദനം നൽകി കാത്തിരിക്കുകയാണ് ജീവനക്കാരും പൊതുജനങ്ങളും. കുട്ടനാട് താലൂക്ക് കച്ചേരി ഓഫീസ് 10ന്റെ പടി കടക്കുമ്പോഴും കഷ്ടജാതകം വിട്ടൊഴിഞ്ഞിട്ടില്ല. പുറത്തുനിന്ന് നോക്കിയാൽ അതിവിശാലമായ ബിൽഡിംഗ്, അകത്ത് കയറിയാൽ വെട്ടവുമില്ല, വെളിച്ചവുമില്ല, കുടിക്കാനൊട്ട് വെള്ളവുമില്ല. ജീവനക്കാരും പൊതുജനങ്ങളും ചവിട്ടുപടികൾ കയറിയിറങ്ങി ക്ഷീണിക്കുമ്പോൾ ലിഫ്റ്റ് സംവിധാനം ഇന്നും നോക്കുകുത്തിയായി തുടരുന്നു. പൊതുജനങ്ങളുടെ തലയിലെടുത്ത് തൂത്താൽ പോവില്ലല്ലോ. ക്യാമറമാൻ മഡോണ വർഗീസിനൊപ്പം ഹരീഷ് കൃഷ്ണൻ, KCV വാർത്തകൾ.
ഇന്ധനവില കുറയുന്ന സാഹചര്യത്തിൽ ബസ് ചാർജ് കുറയ്ക്കേണ്ടത് ഗവൺമെന്റിന്റെ ധാർമ്മിക ഉത്തരവാദിത്തമാണ്. ഇത് സംബന്ധിച്ച് അടിയന്തര റിപ്പോർട്ട് നൽകാൻ രാമചന്ദ്രൻ കമ്മീഷനെ ചുമതലപ്പെടുത്തിയത് സാധാരണക്കാർക്ക് ആശ്വാസമാണ്. എന്നാൽ മറ്റ് പല കമ്മീഷനെയും പോലെ കാലതാമസം ഉണ്ടാവരുതെന്നു മാത്രം. കഴിഞ്ഞ മാർച്ച് മാസത്തിലാണ് യാത്രാ നിരക്കുകൾ KSRTCയും സ്വകാര്യ ബസ്സുകളും കുത്തനെ കൂട്ടിയത്. ഫെയർ സ്റ്റേജുകളിൽ വൻ വർധനവ് വരുത്തുകയും ഓർഡിനറി ബസ്സുകളുടെ മിനിമം ചാർജ് 6 രൂപയിൽ നിന്ന് 7 ആക്കി ഉയർത്തുകയും ചെയ്തിരുന്നു. ഡീസൽ വിലക്കയറ്റം ചൂണ്ടിക്കാട്ടിയാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയർന്ന യാത്രാ നിരക്ക് കേരളത്തിൽ ഏർപ്പെടുത്തിയത്. അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിനുണ്ടായ വിലക്കുറവിന് ആനുപാതികമായി കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിലും ഡീസലിനും പെട്രോളിനും വില കുറഞ്ഞിരുന്നു. ഡീസലിന് 8 രൂപയുടെ കുറവാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. KSRTCക്ക് മാത്രം പ്രതിമാസം 6 കോടി രൂപയുടെ നേട്ടമാണ് ഇതിനാൽ ഉണ്ടാവുന്നത്. ചില സ്വകാര്യ ബസ്സുകൾ ഇതിനിടെ സ്വന്തം നിലയ്ക്ക് യാത്രാ നിരക്കുകൾ കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഡീസലിന് 5 രൂപയുടെ കുറവുണ്ടായപ്പോൾ തന്നെ ബസ് ചാർജ് കുറയ്ക്കണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. സ്പെയർ പാർട്സിന്റെ വിലയും മറ്റും പറഞ്ഞ് സർക്കാർ ഈ ആവശ്യം നിരാകരിച്ചിരുന്നു. മാത്രവുമല്ല, യാത്രക്കാരിൽ നിന്ന് സെസ് പിരിക്കാനും തീരുമാനിച്ചിരുന്നു. വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ അനുവദിക്കുമ്പോൾ KSRTCക്ക് പ്രതിവർഷമുണ്ടാകുന്ന നഷ്ടം ചൂണ്ടിക്കാട്ടിയും യാത്രാ നിരക്ക് കുറയ്ക്കുന്നതിൽ നിന്നും പിന്മാറിയിരുന്നു. പെൻഷൻ സെസ് ഏർപ്പെടുത്തുമ്പോൾ ഉണ്ടാവുന്ന എതിർപ്പ് മറികടക്കാനും സർക്കാർ ആയുധമാക്കുന്നത് വിദ്യാർത്ഥികളുടെ കൺസെഷൻ ഉയർത്തിയാണ്. എന്തായാലും രാമചന്ദ്രൻ കമ്മിറ്റി റിപ്പോർട്ട് ലഭിച്ചാലുടൻ മന്ത്രിസഭയിൽ വിഷയം അവതരിപ്പിച്ച് അനുകൂല തീരുമാനമെടുക്കുമെന്നാണ് ഗതാഗത വകുപ്പ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുന്നത്. സ്ത്രീകൾക്ക് അംഗീകാരവും അവകാശങ്ങളും നൽകിയിരുന്ന ഒരു സമൂഹമായിരുന്നു നായർ സമുദായമെന്ന് G. സുധാകരൻ MLA. കുട്ടനാട് താലൂക്ക് NSS വനിതാ യൂണിയൻ രജത ജൂബിലി സമാപന സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നേരത്തെ തന്നെ സ്ത്രീകൾക്ക് നല്ല അംഗീകാരം കൊടുക്കുന്ന ഒരു സമൂഹമായിരുന്നു നായർ സമൂഹം എന്നുള്ളത് സംശയിക്കാത്ത കാര്യം. എത്രയോ പണ്ഡിതകളും എഴുത്തുകാരും പ്രമുഖരായ അധ്യാപികമാരും ഉദ്യോഗസ്ഥരും ഈ സമൂഹത്തിൽ നിന്നുണ്ടായിരിക്കുന്നു. ഒരു വീട്ടമ്മ എന്തെല്ലാം ജോലിയാണ് മാനേജ് ചെയ്യുന്നത് ഒരേ സമയം എത്ര ജോലിയാണ് അവർ ചെയ്യുന്നത് കൃത്യമായിട്ട് അവർ ചെയ്യുകയാണ്. കാരണം ചെയ്ത് ശീലമുണ്ട്. ആ ഒരു പഴക്കം വന്നു കഴിഞ്ഞാൽ അവരത് ചെയ്തോളും. എന്തെല്ലാം ജോലിയാണ് ചെയ്യുക. ഇപ്പൊ സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപിക വീട്ടിൽ വേറെ ആളില്ലെങ്കിൽ സകല ജോലി ചെയ്യേണ്ട പോകും. അല്ലെങ്കിൽ കോളേജിലോ എവിടെയെങ്കിലും സർക്കാർ ഓഫീസാണ് വീട്ടിലൊരാളുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ട അവർ കൃത്യമായിട്ട് ചെയ്യല്ലേ. പുരുഷന്മാരുടെ എത്രയോ കാര്യങ്ങൾ അവർ നോക്കിയിട്ടാണ് പോകുന്നത്. പുരുഷന്മാരെ അങ്ങോട്ട് ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നത് നമ്മൾ ശീലിച്ചിട്ടില്ല. ചെയ്യുന്നത് അപൂർവമായിട്ടുണ്ടാവും. ഞാൻ പറയുന്നത് അങ്ങനെ ചെയ്യുന്ന അമ്മമാർ, സഹോദരിമാർ, അവരാണ് ഏറ്റവും ആ വീട് മാനേജ് ചെയ്യുന്നവരാണ്. ഒരു ജനവിഭാഗത്തെ ഈ പുതിയ കാലഘട്ടത്തിൽ ശക്തരാക്കുക എന്നുള്ളതാണ് വനിതാ സംഘടനയുടെ ഉദ്ദേശം ഞാൻ മനസ്സിലാക്കുന്നു. അത് ശരിയായ ദിശയിൽ നമ്മുടെ കുട്ടികളെ നമുക്ക് കൊണ്ടുപോകേണ്ടതായിട്ട്. ഇപ്പൊ നമ്മൾ കേൾക്കുന്നുണ്ടാവും ചുംബന സമരം. ഞാനതിനെ എതിർക്കുന്നൊന്നുമില്ല. പക്ഷെ എനിക്ക് ഭാര്യയെ പിടിച്ച് റോഡിൽ പോയി ചുംബിക്കേണ്ട ആവശ്യമില്ല. അത്രയും വ്യത്യാസം മാത്രമേ ഉണ്ടാവും. എനിക്ക് അവരെ ചുംബിക്കണമെന്നുണ്ടെങ്കിൽ അത് വീട്ടിൽ ഒരുപാട് സൗകര്യമുണ്ട്. ഇത് റോഡിൽ പോയി 4 പേരെ കാണിച്ച് അതൊരു സ്വകാര്യ കാര്യമാണ്. അത് സ്വകാര്യമായി ചെയ്താലേ അതിനൊരു മധുരമുള്ളൂ. ആരോഗ്യമുള്ള കുടുംബത്തെയും സമൂഹത്തെയും കെട്ടിപ്പടുക്കാൻ സ്ത്രീകൾ വഹിക്കേണ്ട ഉത്തരവാദിത്തം വളരെ വലുതാണെന്നും ഒപ്പം ചിന്താപരമായ ശക്തി വളർത്തിയെടുക്കണമെന്നും ഓരോ കുടുംബത്തിന്റെയും മാനേജർമാർ സ്ത്രീകളാണെന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ താലൂക്ക് NSS വനിതാ യൂണിയൻ പ്രസിഡന്റ് പ്രസന്ന മോഹൻ അധ്യക്ഷത വഹിച്ചു. NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് PK രാധാകൃഷ്ണ പണിക്കർ, ശ്രീദേവി രാജു, പ്രൊഫസർ നാരായണപിള്ള, ത്യാഗരാജൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് തകഴി വനിതാ സമാജത്തിന്റെ തിരുവാതിരയും കണ്ടങ്കരിക്കാവ് വനിതാ സമാജത്തിന്റെ വഞ്ചിപ്പാട്ട് നടന്നു. പ്രശസ്ത ചലച്ചിത്ര ഗാന രചയിതാവ് BR പ്രസാദിന്റെ സംവിധാനത്തിൽ മങ്കമ്പ് കോട്ടഭാഗം വനിതാ യൂണിയൻ അവതരിപ്പിച്ച കാഞ്ചനസീത എന്ന നാടകം ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റി. അനുജത്തി ഊർമിളെ, അയോധ്യാവാസികൾ മുഴുവൻ യാഗത്തിന്റെ ശുഭസമാപ്തിക്കായി പ്രാർത്ഥനാനിരതമാകുമ്പോൾ നിന്റെ മുഖം മാത്രം വാടിയിരിക്കുന്നതിന്റെ നിനക്ക് മംഗളമുണ്ടാകട്ടെ.
KCV ന്യൂസ്, കുട്ടനാട്. സർവശിക്ഷാ അഭിയാന്റെ ആഭിമുഖ്യത്തിൽ പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള 3 ദിവസത്തെ നാടക ശില്പശാല ആരംഭിച്ചു. നെടുമുടി നായർ സമാജം സ്കൂളിൽ നടക്കുന്ന ക്യാമ്പ് ഡോക്ടർ G. ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ S. സരിത, TG. ബിന്ദു, C. ജ്യോതി എന്നിവർ സംസാരിച്ചു. ഇനിയുള്ള വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി, സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ, പിന്നെന്താ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. മാത്രമല്ല 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലക്കൽ പ്രിൻസ് ജുവലറി ആണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. ഫുട്ബോൾ ഷൂട്ടൌട്ട് ചാമ്പ്യൻഷിപ്പ് മാറ്റിവെച്ചു. പുളിങ്കുന്ന് ഡോൺസ് YMCA നേതൃത്വത്തിൽ ചൊവ്വ ബുധൻ ദിവസങ്ങളിലായി നടത്താനിരുന്ന മത്സരം ചില സാങ്കേതിക കാരണങ്ങളാൽ മാറ്റിവെച്ചതായി ഭാരവാഹികൾ അറിയിച്ചു. പുതിയ തീയതി പിന്നീട് അറിയിക്കും. ആലപ്പുഴ ജില്ലാ അഗ്രി ഹോർട്ടി സംഘടിപ്പിച്ചിരിക്കുന്ന കാർഷിക വ്യാവസായിക പ്രദർശനത്തിന്റെ ഭാഗമായി സെമിനാർ സംഘടിപ്പിച്ചു. കുടുംബകൃഷി എന്ന വിഷയത്തിൽ നടത്തിയ സെമിനാർ കായംകുളം PPCRI ഡയറക്ടർ ഡോക്ടർ V. കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. കോഴിയെ വളർത്തുന്നവർ കോഴി വളർത്തും, താറാവിനെ കൊണ്ടുകൊണ്ട് കുട്ടനാട്ടിലെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും താറാവ്, അതുപോലുള്ള മറ്റുള്ള കന്നുകാലി വളർത്തൽ, ആട്, മുയൽ വളർത്തുന്നവരുണ്ട്, പശുവിനെ വളർത്തുന്നവരുണ്ട്. അപ്പം കൃഷി എന്ന് പറയുന്നത് വിളകൾ മാത്രമല്ല, മറ്റു അനുബന്ധ മേഖലകളിൽ കൂടി ഉൾപ്പെടുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കേരളത്തിലെ കർഷകർ ചുരുങ്ങിയ സ്ഥലമാണെങ്കിൽ പോലും തീർച്ചയായിട്ടും കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് നമ്മൾ പുരയുടെ തോട്ട കൃഷിയായിട്ട് വ്യാഖ്യാനിക്കുന്നത്. ലോകത്തിലെ ഏതൊരു രാജ്യത്തെ അപേക്ഷിച്ചും തനതായ ഒരു സ്ഥിതിവിശേഷമാണ് കേരളത്തിലുള്ളത്. കാർഷിക സർവകലാശാല റിട്ടയർഡ് അസോസിയേറ്റ് ഡയറക്ടർ ഡോക്ടർ KG പത്മകുമാർ മോഡറേറ്ററായിരുന്നു. ഡോക്ടർ P. അനിതകുമാരി, ഡോക്ടർ RR നായർ തുടങ്ങിയവർ സംസാരിച്ചു. ആലപ്പുഴയിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഉണർവ് നൽകി ആലപ്പുഴ ബീച്ചിന് സമീപം സീ വ്യൂ കനാൽ ബോട്ടിംഗ് സെന്റർ തുറന്നു. DTPCയുടെ കീഴിലാണ് സീ വ്യൂ ബോട്ടിംഗ് സെന്റർ പ്രവർത്തിക്കുന്നത്. ടൂറിസം മേഖലയിൽ അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ആലപ്പുഴയിൽ മനോഹരമായ കടപ്പുറം കാണാനെത്തുന്ന സ്വദേശികൾക്കും വിദേശികൾക്കും ഒരേപോലെ ഉല്ലാസയാത്ര നടത്തുവാൻ സാധിക്കത്തക്ക വിധത്തിലാണ് സീ വ്യൂ കനാൽ ബോട്ടിംഗ് സെന്റർ ഒരുക്കിയിരിക്കുന്നത്. ആലപ്പുഴ ബീച്ചിന്റെ സൌന്ദര്യം നുകരാനെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് അതോടൊപ്പം ബോട്ടിംഗിനുള്ള സൌകര്യവും ഒരുക്കുക വഴി കൂടുതൽ പേരെ ആകർഷിക്കാൻ സാധിക്കുമെന്നാണ് ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്നവർ കരുതുന്നത്. കേരള തനിമ വിളിച്ചോതുന്ന തരത്തിലുള്ള ശില്പങ്ങളാണ് കനാലിന്റെ ഇരുകരകളിലും സ്ഥാപിച്ചിട്ടുള്ളത്.
ഇതോടൊപ്പം ഐസ്ക്രീം പാർലർ, വിവിധതരം നാടൻ വിഭവങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഫുഡ് സ്റ്റാൾ, ഫ്രഷപ്പ് തുടങ്ങിയ സൌകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഇപ്പോൾ ഓൾറെഡി ഇവിടെ പെഡൽ ബോട്ടുണ്ട്, റോളിംഗ് ബോട്ടുണ്ട്, കനോയിസ്, കയാക്കിംഗ്. ഇതിൻ്റെയൊക്കെ നിരക്കെന്ന് പറയുമ്പോൾ പെഡൽ ബോട്ട് 4 പേർക്ക് ഒരു ഫാമിലിക്ക് 60 രൂപയാണ് ഞങ്ങളിപ്പം വെച്ചിരിക്കുന്ന റേറ്റ്. അതുപോലെ തന്നെ റോളിംഗ് ബോട്ട് 40 രൂപ, കയാക്കിങ് ഒരാൾ 50 രൂപയാണ് വെച്ചിരിക്കുന്നത്. ചെറിയ നിരക്കിലാണ് ഞങ്ങളിപ്പോൾ പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നത്. ഹരിനാരായണൻ സ്കൂൾ ഓഫ് ആർട്സിന്റെ 51ാമത് ചിത്ര പ്രദർശനവും ശില്പചിത്ര രചനാ മത്സരങ്ങളും ഡിസംബർ 24 മുതൽ 26 വരെ നടക്കുമെന്ന് ഹരിനാരായണൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചങ്ങനാശ്ശേരിയിൽ എനിക്ക് എന്റേതായിട്ട് ഇൻഡിവിജ്വലായിട്ടൊരു ചിത്രകലാ പ്രദർശനം നടത്താനോ ഇതുവരെയായിട്ട് പറ്റിയിട്ടില്ല. പിന്നെ മേളകളോടൊക്കെ അനുബന്ധിച്ച് ഉള്ള ചിത്ര പ്രദർശനങ്ങളാണ് ഇതുവരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പുതിയൊരു ചിത്ര പ്രദർശനം ഞാൻ നടത്തുകയാണ് 24, 25, 26 തീയതി. അതിന്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വിളംബരം എന്ന് പറയുന്നത് ഞാനൊരു ചിത്രകലാ സ്കൂൾ സ്ഥാപിക്കുകയാണ്. വലിയ ഫീസ് കൊടുത്ത് പഠിക്കാൻ നിവൃത്തിയില്ലാത്ത ആൾക്കാർക്ക് ചെറിയ ഫീസിൽ പഠന സംവിധാനങ്ങളുണ്ടാക്കും. അതൊരു വലിയ ലക്ഷ്യത്തോടുകൂടി പാവങ്ങൾക്കാണെങ്കിലും ആർക്കാണെങ്കിലും വന്ന് നമ്മുടെ സ്കൂളിൽ വന്ന് പഠിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടി ഞാൻ ചെറിയ സ്കൂൾ നടത്താൻ ആഗ്രഹിക്കുകയാണ്. അത് AP നഗർ എന്ന് പറയുന്നത് EP പരമേശ്വരൻ പിള്ള എന്ന് പറയുന്നത് എന്റെ ഗുരുനാഥനാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നാണ് ഞാൻ ആദ്യം ക്ലേ മോഡലിംഗ്, പെൻസിൽ, വാട്ടർ കളർ, ഓയിൽ കളർ, ആക്രിലിക് കളർ എന്നീ ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടത്തുക. 24-ന് ചങ്ങനാശ്ശേരി മുനിസിപ്പൽ മിനി ഓഡിറ്റോറിയത്തിൽ ആരംഭിക്കുന്ന ചിത്ര പ്രദർശനം കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ ഫ്രാൻസിസ് KA ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ ബിബിൽ പെരുന്ന, പ്രസന്നകുമാർ, PC വിജയകുമാർ, സച്ചിൻ എന്നിവർ പങ്കെടുത്തു. 2ാമത് GTech കലോത്സവം എടത്തുവായിൽ നടന്നു. ആലപ്പുഴ ജില്ലയിലെ 11 GTech സെന്ററുകളിൽ നിന്നായി 800-ലധികം വിദ്യാർത്ഥികൾ കലോത്സവത്തിൽ പങ്കെടുക്കും. എടത്തുവ അപ്പുക്കുട്ടൻ ഹാളിൽ നടന്ന കലോത്സവം GTech മാർക്കറ്റിംഗ് മാനേജർ അൻവർ സാദിഖ് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. വിജയികൾക്ക് ക്യാഷ് അവാർഡ്, മെഡൽ, സർട്ടിഫിക്കറ്റ് എന്നിവ വിതരണം ചെയ്യുമെന്ന് GTech മാർക്കറ്റിംഗ് മാനേജർ അൻവർ സാദിഖ് പറഞ്ഞു. 11ാമത് ജിസൂം ആക്ടിവിറ്റിയാണ് ഇന്നിവിടെ ആലപ്പുഴ ജില്ലയ്ക്ക് വേണ്ടി നടക്കുന്നത്. നമ്മൾ ഓരോ ജില്ലയ്ക്കും ഓരോ ടീമിന്, ഇപ്പോൾ ഓരോ ഡിസ്ട്രിക്ട് വൈസ് ടീമിന് ഓരോ പേര് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ജിസൂം കലോത്സവം നടത്തുന്നത്. ഇതിന്റെ ഫസ്റ്റ് പ്രൈസ് ആയിട്ട് കിട്ടുന്ന ടീമിന് 1 lakh rupees-ഉം, സെക്കൻഡ് പ്രൈസ് ആയിട്ട് വരുന്നവർക്ക് 50,000, തേർഡ് പ്രൈസ് വരുന്നവർക്ക് 25,000 എന്നിങ്ങനെയാണ് ഇതിന്റെ പ്രൈസുകൾ വരുന്നത്. അപ്പം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് GTech-ൽ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളുടെയും കലാപരമായിട്ടുള്ള കഴിവുകൾ പരിപോഷിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. GTech എടത്തുവ ഡയറക്ടർ അനൂപിന്റെ നേതൃത്വത്തിലാണ് കലോത്സവം സംഘടിപ്പിച്ചത്. റൂറൽ ഡെവലപ്മെന്റ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ 56ാമത് ആലപ്പുഴ ജില്ലാ സമ്മേളനം നടന്നു. ആലപ്പുഴ ബ്രദേഴ്സ് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് B. സുലേഖ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്രാവിഷ്കൃത പദ്ധതികളെല്ലാം തന്നെ ബ്ലോക്കിൽ നിന്ന് കൈവിട്ടു പോയി. എന്തുകൊണ്ടാണ് കേന്ദ്രാവിഷ്കൃത പദ്ധതികളെങ്കിലും ഇത്തരം ഒരു വലിയ മെഷീനറി ഉള്ള വലിയൊരു സംവിധാനമുള്ള ബ്ലോക്കുകളിൽ കൂടി നടത്താൻ സാധിക്കാതെ അതിലൊരുപാട് കരുതി കൂട്ടിയിട്ടുള്ള ഒരുപാട് ഇടപെടലുകൾ ഇതിനകത്ത് നടന്നു എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഒരു കണക്കിന് ആലോചിക്കുമ്പോൾ ഒരു കാര്യമുണ്ട്, ഗ്രാമപഞ്ചായത്തിനെ ഒരുപാട് ശാക്തീകരിക്കേണ്ടതായിട്ട് വിദ്യാഭ്യാസ ആസൂത്രണവുമായി ബന്ധപ്പെട്ട ഗ്രാമപഞ്ചായത്തിനെ ഒരുപാട് ശാക്തീകരിക്കേണ്ടതായിട്ടുണ്ട്. അത് നമുക്കെല്ലാം അറിയാം. ഈ ഗുണഭോക്തൃ തിരഞ്ഞെടുപ്പ് ഉൾപ്പെടെ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കാനുള്ള ഏറ്റവും വലിയ അധികാരമുള്ളത് ഗ്രാമപഞ്ചായത്ത്. RDOA ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് മനീഷ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് S. വിക്രമൻ ആചാരി മുഖ്യപ്രഭാഷണം നടത്തി. സാംസൺ, VJ ശ്രീകുമാർ, V. സാബു തുടങ്ങിയവർ സംസാരിച്ചു. സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച CM പൊന്നപ്പന്റെ നിര്യാണത്തിൽ കൺസ്യൂമർ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അനുശോചനം രേഖപ്പെടുത്തി. ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് മിനി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മോൻസി സോണി ഉദ്ഘാടനം ചെയ്തു. ചരമവാർത്തകൾ
മങ്കൊമ്പ് സുനിൽ സദനത്തിൽ TR ബാബു നിര്യാതനായി 58 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പുളിങ്കുന്ന് പനങ്ങാട്ട് അന്നമ്മ ജോസഫ് നിര്യാതയായി 74 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച 11-ന് പുളിങ്കുന്ന് സെന്റ് മേരീസ് ഫൊറോന ദേവാലയ സെമിത്തേരിയിൽ. രാമഗിരി ചേപ്പില പുത്തൻപറമ്പിൽ അന്നമ്മ ജോസഫ് നിര്യാതയായി 97 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച 3-ന് രാമഗിരി സെന്റ് ജോസഫ് ദേവാലയ സെമിത്തേരിയിൽ. കൈനടി കപ്പനാട്ടുശ്ശേരി ശാന്തമ്മ ജനാർദ്ദനൻ നിര്യാതയായി 80 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച 2-ന് വീട്ടുവളപ്പിൽ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. കുടിവെള്ളമില്ലാത്ത താലൂക്ക് ഓഫീസ്. അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയിൽ കുട്ടനാട് താലൂക്ക് കച്ചേരിയും അനുബന്ധ ഓഫീസുകളും. ഇന്ധനവില കുറഞ്ഞ സാഹചര്യത്തിൽ ബസ് ചാർജ് വെട്ടിക്കുറയ്ക്കണമെന്ന ആവശ്യം ശക്തം. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് സ്ത്രീകളെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്ന സമൂഹമായിരുന്നു നായർ സമുദായമെന്ന് G. സുധാകരൻ MLA. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.